സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക വെച്ച് ഒരു കറിയാണ്. കോവയ്ക്ക മാത്രം മതി ഈ കറിക്ക്. അടിപൊളി ടേസ്റ്റിലുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. ഒറ്റ വിസിലടിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാൽ മതി. കുക്കറിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോവയ്ക്കാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. കോവയ്ക്ക ഞാൻ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ 4ആയിട്ടാണ് കീറിയിരിക്കുന്നത്. പിന്നെ ഒരു 8-10 ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും വലുതായ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. കോവയ്ക്ക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീരെ കനം കുറച്ച് കട്ട് ചെയ്യരുത്. ഒരു കോവയ്ക്ക നീളത്തിൽ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം കഷ്ണത്തിന് വലിപ്പമില്ലെങ്കിൽ കുക്കറിലടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് വെന്ത് അലിഞ്ഞു പോകും. അതേസമയം ഇങ്ങനെ നമ്മൾ വലിയ പീസാക്കി എടുത്തിരുന്നാൽ അത് കറി വെക്കുമ്പോൾ ആ പീസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കഷ്ണത്തിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഈ കഷ്ണങ്ങൾ ഒത്തിരി നേരം ഒന്നും ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വേകുന്നതിനാവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് കുക്കറെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് ചെറിയ ജീരകവും 2 കഷ്ണം ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ കഷ്ണമെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാൻ. കാരണം ഇത് ചാറ് നീണ്ടിരിക്കുന്ന ഒരു കറിയല്ല, നല്ല കുറിയ ചാറോട് കൂടിയുള്ള ഒരു തേങ്ങ അരച്ച ഒഴിച്ചു കറിയാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ കോവയ്ക്ക കറി തിളച്ച് വന്നിട്ടുണ്ട്. കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് ചൂടായി തിളച്ച് വന്നാൽ മതി. ഇനി കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള കോവയ്ക്ക വെച്ച് മാത്രം ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചാറ് കറിയാണ് ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ കോവയ്ക്ക കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.